പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെതിരെ രൂക്ഷ വിമർശനവുമായി AIMIM പ്രസിഡന്റും MP-യുമായ അസറുദ്ദീൻ ഒവൈസി രംഗത്ത്. അസീം മുനീർ വിവരമില്ലാത്തവൻ, അതുപോലെ തന്നെ ഗുണ്ടകളെ പോലെയാണ് സംസാരിക്കുന്നത്. ഈ വിളമ്പുന്ന പ്രസ്താവനകളൊന്നും തന്നെ ഇന്ത്യക്കാർ അംഗീകരിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, ഇന്ത്യ എപ്പോഴും സജ്ജമായിരിക്കണം. കാരണം എല്ലാ തരത്തിലുമുള്ള ഭീഷണികൾ നേരിടുന്നതിൽ ഇന്ത്യ തങ്ങളുടെ സായുധ സേനകളെ നവീകരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന്റെയും അതിന്റെ രഹസ്യ ഭരണകൂടത്തിന്റെയും ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഭീഷണികൾക്കെതിരെ ഇന്ത്യ ജാഗ്രത പാലിക്കണമെന്ന കാര്യവും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയും ചെയ്തു. ഏതൊരു തരത്തിലുള്ള പ്രകോപനത്തെയും പ്രതിരോധിക്കാൻ രാജ്യം സജ്ജമായിരിക്കണമെന്നും അതിനായി പ്രതിരോധ ബഡ്ജറ്റ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. US സന്ദർശനത്തിനിടെ അസീം മുനീറാകട്ടെ ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി ഉയർത്തിയിരുന്നു. പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തിയാൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിയിടാൻ മടിക്കില്ല എന്നതായിരുന്നു അസീം മുനീറിന്റെ ഭീഷണി. ബിസിനസ്സുകാരനും ഓണറ്റി കൗൺസിലുമായ അസാൻ ആസാദ് ടബാനി സംഘടിപ്പിച്ച ബ്ലാക്ക് ടൈം അത്താഴ വിരുന്നിൽ പങ്കെടുക്കവെയായിരുന്നു അസീം മുനീറിന്റെ പരാമർശം വന്നത്. US-മായി പുതിയ ബന്ധം സ്ഥാപിച്ചതിന് ശേഷമായിരുന്നു ഇന്ത്യക്കെതിരെ അസീം മുനീറിന്റെ പ്രകോപനകരമായ പ്രസ്താവനകൾ വരുന്നത്. സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെയും മുനീർ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. സിന്ധു നദിയിൽ ഇന്ത്യ അണക്കെട്ട് പണിതാൽ ആ നിർമ്മാണം പൂർത്തിയായ ഉടൻ തന്നെ മിസൈൽ അയച്ചുകൊണ്ട് തകർക്കുമെന്നതായിരുന്നു ഭീഷണി. സിന്ധു നദി ഇന്ത്യക്കാരുടെ സ്വന്തമല്ല എന്നും അസീം മുനീർ പറയുന്നുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയതിനു ശേഷമായിരുന്നു ഭീഷണി മുഴക്കിയത്. ഇന്ത്യക്കെതിരെ പ്രകോപനകരമായ പ്രസ്താവനകൾ തുടരുന്നതിനിടയിൽ തന്നെ റിലയൻസിന്റെ ഗുജറാത്തിലെ എണ്ണ ശുദ്ധീകരണ ശാലയ്ക്ക് നേരെയും ആക്രമണം നടത്തുമെന്ന ഭീഷണിയും പാക് സൈനിക മേധാവി നടത്തുകയാണ് ഉണ്ടായത്. ഭാവിയിൽ ഇന്ത്യയുമായി സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായാൽ റിലയൻസിന്റെ ജാംനഗറിലെ പെട്രോളിയം ശുദ്ധീകരണ ശാലയിൽ ആക്രമണം നടത്തുമെന്നായിരുന്നു അസീം മുനീറിന്റെ പരാമർശം. ഇനി ഇന്ത്യയുമായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ പാകിസ്ഥാൻ എന്താണ് ചെയ്യാനാവുക എന്നത് അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നത് അതിനായി താൻ അനുമതി നൽകുന്നതായും അസീം മുനീർ പറയുകയും ചെയ്തിരുന്നു. മുകേഷ് അംബാനിയുടെ പേര് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ പരാമർശമെല്ലാം തന്നെ നടത്തിയിരിക്കുന്നതും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ദേശീയ മാധ്യമമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ സന്ദർശനത്തിനിടയിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീർ ആകട്ടെ ആണവ ഭീഷണിയെ എടുത്തു പറഞ്ഞതിനെതിരെയായിരുന്നു അസീം മുനീർ വളരെയധികം കർശനമായ രീതിയിൽ മറുപടി നൽകിക്കൊണ്ട് രംഗത്ത് വരുന്നത്. ഒരു തെരുവ് ഗുണ്ടയെ പോലെയാണ് അസീം മുനീർ സംസാരിക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും നിലവിൽ തന്ത്രപ്രധാനമായ പങ്കാളികളാണ്. അതിനാൽ തന്നെ അമേരിക്കയുടെ മണ്ണിൽ വെച്ചുകൊണ്ട് തന്നെ അസീം മുനീർ നടത്തിയ ഇത്തരം ഒരു പ്രസ്താവന ഒരു ഇന്ത്യക്കാർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നും ഒവൈസി വ്യക്തമാക്കി. എല്ലാ ഭീഷണികളെയും നേരിടാൻ ഇന്ത്യ തങ്ങളുടെ സായുധ സേനകളെ നവീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം പറയുന്നു. മോദി സർക്കാർ പ്രതിരോധത്തിലുള്ള ബഡ്ജറ്റ് വിഹിതം കൂടുതൽ വർദ്ധിപ്പിക്കണം. പാകിസ്ഥാൻ ആർമിയിൽ നിന്നും അവരുടെ ഉന്നത അധികാരികളിൽ നിന്നുമുള്ള നിരന്തരമായ ഭീഷണി കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ പ്രതിരോധ ബഡ്ജറ്റ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നും എല്ലാ ഇന്ത്യക്കാരും അത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം ഇവിടെ പ്രതികരണം അറിയിച്ചു. അസീം മുനീറിന്റെ പ്രസ്താവനയ്ക്കെതിരെ മോദി സർക്കാർ ഒരു പ്രതികരണം നടത്തുമെന്നും ഒവൈസി ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, കേന്ദ്ര സർക്കാർ പ്രതിഷേധം അറിയിക്കണമെന്നും വിഷയം അമേരിക്കയിൽ ശക്തമായി തന്നെ ഉന്നയിക്കണമെന്നാണ് അദ്ദേഹം ഇപ്പോൾ സൂചന നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.